വെൽക്കം ടു ഗ്രേസ് ബാത്ത്. ലബോറട്ടറികളിൽ പരിശോധിക്കപ്പെടുന്ന അടിസ്ഥാന ബ്ലഡ് ടെസ്റ്റുകളിൽ ഒന്നാണ് വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട് അഥവാ WBC കൗണ്ട്. WBC കൗണ്ട് കൂടുന്ന അവസരങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. WBC കൗണ്ട് കുറയുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ വെളുത്ത രക്താണുക്കൾ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തിയിൽ പ്രധാന ധർമ്മം നിർവഹിക്കുന്നവയാണ്. അസ്ഥിമജ്ജ അഥവാ ബോൺ മാരോയിലാണ് ഇവ നിർമ്മിക്കപ്പെടുന്നത്. പ്രധാനമായും 5 തരം വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ഉള്ളത്. ന്യൂട്രോഫിൽസ്, ഇയോസിനോഫിൽസ്, ബേസോഫിൽസ്, ലിംഫോസൈറ്റ്സ്, മോണോസൈറ്റ്സ് എന്നിവയാണ് ഈ 5 തരം വൈറ്റ് ബ്ലഡ് സെൽസ്. ഇവയെ പറ്റി WBC കൗണ്ട് കൂടിയാൽ CBC അഥവാ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്നീ വീഡിയോയിൽ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. CBC എന്ന ബ്ലഡ് ടെസ്റ്റിനോടൊപ്പമാണ് നമുക്ക് ലാബ് റിപ്പോർട്ടുകളിൽ WBC കൗണ്ട് ലഭിക്കുക. മുതിർന്ന ഒരു വ്യക്തിയുടെ ടോട്ടൽ WBC കൗണ്ട് അതിന്റെ നോർമൽ റേഞ്ച് 4000 to 11,000 പെർ മൈക്രോ ലിറ്റർ അതാണ്. അതായത് 1 മൈക്രോ ലിറ്റർ ബ്ലഡിലുള്ള WBCയുടെ എണ്ണമാണ് ഈ ടോട്ടൽ WBC കൗണ്ട്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികളിലും അതുപോലെ തന്നെ ഗർഭിണികളിലും സാധാരണയായി തന്നെ ഉയർന്ന WBC കൗണ്ട് കാണപ്പെടാം. ഇനി ഡിഫറൻഷ്യൽ കൗണ്ട് അഥവാ DC എന്നാൽ 100 സെല്ല് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എത്ര എണ്ണം ന്യൂട്രോഫിൽസ്, എത്ര എണ്ണം ലിംഫോസൈറ്റ്സ് എന്നിങ്ങനെ പെർസെൻറ്റേജിൽ നമ്മൾ പറയുന്നതിനെയാണ് ഡിഫറൻഷ്യൽ കൗണ്ട് എന്ന് പറയുക. അപ്പോൾ രക്തത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന വൈറ്റ് ബ്ലഡ് സെൽ ന്യൂട്രോഫിൽസ് ആണ്. അതിന്റെ പെർസെൻറ്റേജ് 40 to 70% ആണ്. ലിംഫോസൈറ്റ്സ് 20 to 40%, ഇയോസിനോഫിൽസ് 1 to 6%, മോണോസൈറ്റ്സ് 2 to 10%, ബേസോഫിൽസ് 0 to 1% സാധാരണഗതിയിൽ രക്തത്തിൽ കാണുക. അതായത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന WBC ന്യൂട്രോഫിൽസും ഏറ്റവും കുറവായി കാണപ്പെടുന്ന WBC ബേസോഫിൽസുമാണ്. ഇനി എന്താണ് ല്യൂക്കോപീനിയ? ടോട്ടൽ WBC കൗണ്ട് നോർമൽ റേഞ്ചിനേക്കാളും കുറഞ്ഞു കാണപ്പെടുന്ന അവസ്ഥയാണ് ല്യൂക്കോപീനിയ. അതായത് 4000 to 11,000 ആണ് നോർമൽ റേഞ്ച്. ഇതിൽ 4000-നേക്കാളും കുറവ് WBC കൗണ്ട് ഉള്ള അവസ്ഥയാണ് നമ്മൾ ല്യൂക്കോപീനിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ന്യൂട്രോഫിൽസ് കുറയുമ്പോഴാണ് ല്യൂക്കോപീനിയ ഉണ്ടാവുക. ഇതിനെ നമ്മൾ ന്യൂട്രോപീനിയ എന്ന് പറയും. അതായത് ന്യൂട്രോഫിൽസിന്റെ കൗണ്ട് കുറഞ്ഞ് ഉണ്ടാകുന്ന ല്യൂക്കോപീനിയയെ ന്യൂട്രോപീനിയ എന്നും പറയും. അബ്സല്യൂട്ട് ന്യൂട്രോഫിൽ കൗണ്ട് 500 പെർ മൈക്രോ ലിറ്ററിലും കുറയുന്നത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. സാധാരണയായി അണുബാധ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ചും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ WBC കൗണ്ട് കൂടുകയാണ് ചെയ്യുക. എന്നാൽ അണുബാധ തീവ്രമായ ആ അവസ്ഥയെ നമ്മൾ സെപ്സിസ് എന്ന് പറയും. ഈ സമയത്ത് WBC കൗണ്ട് കുറഞ്ഞു വരും. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്ന ലുക്കീമിയ, ഇതിൽ സാധാരണഗതിയിൽ ഉയർന്ന WBC കൗണ്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ ചില സമയത്ത് ഇത് ല്യൂക്കോപീനിയ അഥവാ ലോ WBC കൗണ്ട് ആയിട്ടും ലുക്കീമിയ പ്രസന്റ് ചെയ്യാം. പൊതുവെ WBC കൗണ്ട് കുറയാനിടയാകുന്ന ചില കാരണങ്ങളെ പറ്റിയാണ് ഇനി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി തന്നെ ബോൺ മാരോ അല്ലെങ്കിൽ അസ്ഥിമജ്ജയിൽ ഉണ്ടാകുന്ന കാരണങ്ങൾ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ബ്ലഡ് സെൽസ് എല്ലാം ഉണ്ടായി വരുന്നത് ബോൺ മാരോയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ബോൺ മാരോയെ ബാധിക്കുന്ന അവസ്ഥകൾ ബ്ലഡ് സെൽ കൗണ്ട് കുറയാൻ ഇടയാക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് എപ്ലാസ്റ്റിക് അനീമിയ.
ബോൺ മാരോയിൽ നിന്ന് ബ്ലഡ് സെൽസ് ഉണ്ടാകാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് എപ്ലാസ്റ്റിക് അനീമിയ. ഇത് ജന്മനാ തന്നെ ഉണ്ടാകാം. എന്നാൽ അങ്ങനെയല്ലാതെ റേഡിയേഷൻ, കീമോതെറാപ്പി, ചില ടോക്സിക് കെമിക്കൽസ്, ചില മരുന്നുകൾ ഇവയുടെയൊക്കെ സൈഡ് ഇഫക്റ്റ് ആയിട്ടും എപ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകാം. എപ്ലാസ്റ്റിക് അനീമിയയിൽ പൊതുവെ എല്ലാ സെൽസും കുറവായിരിക്കും കാണുക. അതായത് RBC കൗണ്ട് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ കുറവായിരിക്കും, WBC കൗണ്ട് കുറവായിരിക്കും, പ്ലേറ്റ്ലെറ്റ്സുകളും കുറവായി കാണപ്പെടും. ഇനി ചില ഇൻഫെക്ഷൻസ് ആണ്. പൊതുവെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിൽ കൗണ്ട് കൂടുകയാണ് ചെയ്യുക. എന്നാൽ ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ഉദാഹരണമായിട്ട് ടൈഫോയിഡ്, അത് കുറഞ്ഞ WBC കൗണ്ട് ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക. വൈറൽ ഇൻഫെക്ഷൻസ് പൊതുവെ ലോ WBC കൗണ്ട് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക. നമുക്കറിയാം ഡെങ്കി, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് A-B, അതുപോലെ HIV ഉണ്ടാക്കുന്ന എയ്ഡ്സ് എന്ന രോഗം, കോവിഡ്, ഇതെല്ലാം WBC കൗണ്ട് കുറയാനുള്ള കാരണങ്ങളാണ്. അതുപോലെ തന്നെ മലേറിയ പോലെയുള്ള പാരസിറ്റിക് ഇൻഫെക്ഷൻസും WBC കൗണ്ട് കുറഞ്ഞ് പ്രസന്റ് ചെയ്യാം. ഇനി ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, ഉദാഹരണമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലൂപ്പസ്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തിമറ്റോസിസ് എന്ന അസുഖം, അതുപോലെ തന്നെ നമ്മൾ ആമവാദം എന്ന് പറയുന്ന റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ജോഗ്രൻ സിൻഡ്രോം, സോറിയാസിസ്, ഇങ്ങനെ ഈ പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സും കൗണ്ട് കുറഞ്ഞ് തന്നെയാണ് പ്രസന്റ് ചെയ്യുക. ഇവിടെ WBC കൗണ്ട് മാത്രമല്ല, ചിലപ്പോൾ RBC കൗണ്ടും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും കുറഞ്ഞ് കാണപ്പെടും. പിന്നെ മറ്റൊന്നാണ് മാൽന്യൂട്രീഷൻ ഉണ്ടാക്കുന്ന ല്യൂക്കോപീനിയ. മാൽന്യൂട്രീഷൻ എന്ന് വെച്ചാൽ പോഷകാഹാര കുറവ്. ഇവിടെ പ്രധാനമായും ചില വൈറ്റമിനുകളുടെ ഡെഫിഷ്യൻസിയാണ് ഇങ്ങനെ പ്രസന്റ് ചെയ്യുക. ഉദാഹരണമായിട്ട് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി, അതുപോലെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, ഇതൊക്കെ ലോ WBC കൗണ്ടായിട്ട് പ്രസന്റ് ചെയ്യാം. ചില സമയത്ത് ഇത് ഹീമോഗ്ലോബിനും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും ഒരുപോലെ WBC കൗണ്ടിനൊപ്പം തന്നെ ഇതും കുറഞ്ഞ് കാണപ്പെടും. ഇനി മറ്റു ചില മെഡിസിൻസ്, നമ്മൾ ട്രീറ്റ്മെന്റിനായിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻസ് തന്നെ ബോൺ മാരോയെ അഫക്റ്റ് ചെയ്യുകയും തന്മൂലം WBC കൗണ്ട് കുറയാനിടയാവുകയും ചെയ്യും. ഇതിന് ഉദാഹരണങ്ങളാണ് മാനസിക രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ക്ലോസപ്പിൻ എന്ന മരുന്ന്, അതുപോലെ തന്നെ അപസ്മാര ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വാൽപ്രോയിക് ആസിഡ്, അതുപോലെ ലാമോട്രൈജിൻ, പിന്നെ മിനോസൈക്ലിൻ, മെട്രോണിഡസോൾ, ലിഫ്ലൂണമൈഡ്, മിഥോട്രിക്സേറ്റ്, ഇവയൊക്കെ WBC കൗണ്ടും അതുപോലെ തന്നെ മറ്റ് കൗണ്ടുകളും കുറയ്ക്കാനിടയാകാം. കൂടെ ഉണ്ടാകുന്ന അണുബാധകൾ, അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ, സാധാരണയായി കാണപ്പെടുന്നതല്ലാത്ത രോഗാണുക്കൾ ഉണ്ടാക്കുന്ന അണുബാധകൾ, ഇവയൊക്കെ രോഗപ്രതിരോധ ശക്തി കുറയുന്നതിന്റെ ലക്ഷണങ്ങളാണ്. സാധാരണയായി മുതിർന്ന ഒരു വ്യക്തിക്ക് 4000 മുതൽ 11000 വരെ ആണ് പെർ മൈക്രോ ലിറ്റർ രക്തത്തിലുള്ള WBC കൗണ്ട്. ഈ WBC കൗണ്ട് 4000ന്റെ താഴെയായാൽ നമ്മൾ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. WBC കൗണ്ടിനൊപ്പം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടി കുറഞ്ഞു പോകുന്നത് പ്രധാനമായും ഡെങ്കി പോലെയുള്ള വൈറൽ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ മലേറിയ, അവിടെയൊക്കെയാണ്. RBC കൗണ്ടും WBC കൗണ്ടും പ്ലേറ്റ്ലെറ്റ് കൗണ്ടും ഒരുപോലെ കുറഞ്ഞു പോകുന്നതിനെ നമ്മൾ പാൻസൈറ്റോപീനിയ എന്ന വാക്കുകൊണ്ടാണ് മെൻഷൻ ചെയ്യുക. ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റമിൻ B12 പോലെയുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, അതുപോലെ SLE പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഇവയൊക്കെ പാൻസൈറ്റോപീനിയ ആയിട്ട് പ്രസന്റ് ചെയ്യാം. അതുപോലെ തന്നെ ബോൺ മാരോയെ ബാധിക്കുന്ന ചില അവസ്ഥകളും പാൻസൈറ്റോപീനിയ ആയിട്ട് പ്രസന്റ് ചെയ്യാം. അപ്പോൾ ഇത്തരം അവസരങ്ങളിൽ കൃത്യമായി കാരണം കണ്ടെത്താനായിട്ട് അനുബന്ധ ലാബ് ടെസ്റ്റുകളും അതുപോലെ തന്നെ ചില അവസരങ്ങളിൽ ബോൺ മാരോ പരിശോധന തന്നെ ആവശ്യമായി വരാം. മരുന്നുകൾ മൂലമാണ് ഈ കൗണ്ടുകൾ കുറയുന്നതെങ്കിൽ തൽക്കാലത്തേക്ക് ആ മരുന്നുകൾ നിർത്തുകയോ അല്ലെങ്കിൽ അതിന്റെ ഡോസ് കുറയ്ക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം. എന്തായാലും WBC കൗണ്ട് നോർമൽ റേഞ്ചിനേക്കാൾ കുറഞ്ഞു കാണുകയാണെങ്കിൽ
തീർച്ചയായിട്ടും അതിന്റെ കാരണം കണ്ടെത്തുകയും ആ കാരണത്തിന് ചികിത്സിക്കുകയും അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന കാര്യങ്ങൾ നീക്കം ചെയ്യുകയും ഒക്കെയാണ് അതിന്റെ ചികിത്സ. തീർച്ചയായും ഈ വീഡിയോ ല്യൂക്കോപീനിയ അല്ലെങ്കിൽ ലോ WBC കൗണ്ട് എന്ന അവസ്ഥയെ പറ്റി ഒരു അവബോധം ഉണ്ടാക്കാനായിട്ട് സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.